നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിൽ ഒരു ചെറുപ്പക്കാരൻ അയാൾ തൻ്റെ കിഡ്നി തൻ്റെ കൂട്ടുകാരൻ്റെ പിതാവിന് വേണ്ടി ദാനം ചെയ്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കിഡ്നിക്ക് അസുഖം പിടിപെട്ടു. അപ്പം തൻ്റെ കിഡ്നി ചികിത്സിക്കാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ഇട്ടിരുന്നത്. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അപ്പോൾ കിഡ്നി അയാൾ ദാനം കൊടുത്ത ആളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ഒഴുക്കനായിട്ടൊരു മറുപടി പറഞ്ഞ് ഒഴിവാകുന്നുണ്ട്. അവരെവിടെയാണെന്ന് പോലും ഇപ്പോൾ എനിക്കറിയില്ല. പക്ഷെ ആ മറുപടിയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: അയാൾ കിഡ്നി കൊടുത്ത സഹായിച്ച ആൾ അയാളെ ഈ അവസരത്തിൽ സഹായിക്കാൻ സന്നദ്ധനല്ല എന്നുള്ളത്. ദാനം ചെയ്യുന്ന പലർക്കും പറ്റുന്ന ഒരു അനുഭവമാണിത്. നമ്മൾ ഒരാളെ ഒരു ദുരവസ്ഥയിൽ സഹായിക്കും, പക്ഷെ നമ്മുടെ ദുരവസ്ഥയിൽ അയാൾ ഉപകരിക്കുകയില്ല. ചിലപ്പോൾ നമ്മളെ തിരിഞ്ഞു നോക്കിയെന്ന് പോലും ഇരിക്കില്ല. എന്നാലും പറയട്ടെ, അത്രയും കഷ്ടപ്പാടുണ്ടെങ്കിലും താൻ ദാനം ചെയ്തിട്ടും തന്നോട് നന്ദികേട് കാണിച്ച ആ സുഹൃത്തിൻ്റെ പേര് പറയാത്ത അദ്ദേഹം ചെയ്ത ദാനം തന്നെയാണ് മഹത്തായ ദാനം. എന്നെ ശരിക്കും ആ മനുഷ്യൻ വിസ്മയിപ്പിച്ചു കളഞ്ഞു ആ മഹത്തായ ദാനം കൊണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ദാനം ചെയ്യുന്ന പലരും അങ്ങനെയല്ല. ദാനങ്ങളോ സഹായങ്ങളോ ചെയ്യുന്നത്, ഇല്ല ചാരിറ്റി ചെയ്യുന്നത് എല്ലാം അവരുടെ പബ്ലിസിറ്റി, ഇല്ല ധനസമ്പാദനം, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ദാനം ഏറ്റുവാങ്ങിയവരെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് വിധേയരാക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പലരും ദാനം ചെയ്യുന്നത്. പലരുടെയും ദാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാരിറ്റി എന്ന് പറയുന്ന വാക്കുമായിട്ട് തന്നെ അതിനെ ബന്ധിപ്പിക്കുക, അല്ലെ സഹായം എന്നൊക്കെ നിങ്ങൾക്ക് കരുതാം. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വിധത്തിലുള്ള പ്രത്യുപകാരം അല്ലെങ്കിൽ ബെനഫിറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വന്ന കാലത്ത് എല്ലാവരും ദാനം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതോടുകൂടി സോഷ്യൽ മീഡിയയുടെ റീച്ചിന് വേണ്ടി ആണ് പലരും ദാനം ചെയ്യുന്നത്. ബൈബിളിലൊരു വാക്യം ഉണ്ടായിരുന്നു: നിങ്ങൾ ദാനം ചെയ്യുന്നെങ്കിൽ അത് വിളിച്ചു പറയാതിരിക്കുക എന്ന്. അത് ആരും ഇന്ന് അനുസരിക്കുന്നില്ല. എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തരായി ദാനം ചെയ്യുന്ന ചിലരുണ്ട്. അവർ ദാനം ചെയ്യുന്നത് മീഡിയകൾ പ്രസിദ്ധീകരിക്കുകയില്ല, സോഷ്യൽ മീഡിയയിൽ ഇടുകയില്ല, പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയില്ല. പക്ഷെ അവരുടെ ദാനത്തിന് ഒരു ഗൂഢലക്ഷ്യമുണ്ട്. താൻ ആർക്ക് ദാനം ചെയ്യുന്നോ ആ വ്യക്തിയെ തനിക്ക് വിധേയരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരക്കാർ മിക്കവാറും ദാനം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ സഹായിക്കുന്നത് തങ്ങളുടെ കൂട്ടുകാർ, കുടുംബത്തിലുള്ളവർ, സ്വന്തം സഹോദരങ്ങൾ, ഇല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും. ഭാവിയിൽ ഇവരെ എങ്ങനെ തനിക്ക് ഉപയോഗപ്പെടുത്താം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ സഹായം ചെയ്യുന്ന ചിലർ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇവർ ഒരിക്കൽ സഹായിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവസരത്തിലും അനവസരത്തിലും ഒക്കെ എടാ ഞാനാണ് നിന്നെ സഹായിച്ചത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വിളിച്ചു പറഞ്ഞില്ലെങ്കിലും അവർ അത് മറ്റുള്ളവർക്ക് അറിയും വിധം എങ്ങനെയെങ്കിലും അവരത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവരെ എന്തിനു വേണ്ടിയാണ് ഈ സഹായിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ സഹായം സ്വീകരിച്ച ആളെ തനിക്ക് വിധേയരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. ഇത്തരം സഹായത്തിലൂടെ ഇവർ സഹായം സ്വീകരിച്ച ആളെ തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്തി ചിലർ ചൂഷണം ചെയ്യാനും മടിക്കാറില്ല. പല രീതിയിലും, അത് സാമ്പത്തികമായിട്ടാകാം, ഇല്ലെങ്കിൽ ശാരീരികമായിട്ടാകാം. അങ്ങനെയൊക്കെ ചൂഷണം ചെയ്യുന്നവരും കുറവല്ല. സ്വീകരിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് പലരും ഇതിൽ മൗനമായി വിധേയരായി കൊടുക്കുകയും ചെയ്യും. ചെറിയ ചെറിയ സഹായങ്ങളിലൂടെ വലിയ ചൂഷണങ്ങൾ ചെയ്യുന്നവരും കുറവല്ല. അവർ മിടുമിടുക്കന്മാർ. പക്ഷെ ഒരു കാര്യം ഓർക്കുക: നിങ്ങൾ ഒരു സഹായം ചെയ്യുമ്പോൾ ആ സഹായം ഒരിക്കലും വിളിച്ചു പറയാതിരിക്കുക. സഹായം സ്വീകരിക്കുന്ന ആളും നിങ്ങളെപ്പോലെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണ്. അയാളെ നിങ്ങൾ ചൂഷണം ചെയ്യുകയോ അയാളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുകയോ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരു മനുഷ്യനെ സഹായിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ, ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വിധത്തിൽ അയാളോട് പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത സഹായത്തിൻ്റെ പ്രയോജനം അവിടെ തീർന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ മറ്റാരോടും വിളിച്ചു പറയാതിരിക്കുക. ആ മനുഷ്യനോട് പോലും, ആ മനുഷ്യനെ കുത്തിനോവിക്കും വിധം ഒരിക്കലും അത് ഓർമ്മിപ്പിക്കാതിരിക്കുക. ബൈബിളിൽ പറയുന്ന പോലെ നിന്റെ ഇടം കൈ ചെയ്യുന്നത് നിന്റെ വലം കൈ
അറിയാതിരിക്കട്ടെ. അപ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ സ്വാർത്ഥകമായിരുന്നത്. അത് ഏത് പുണ്യവാളന്മാരായാലും. നന്ദി, നമസ്കാരം.